ഓരോ ദിവസവും രാത്രി കിടക്കുന്നതിന്റെ മുമ്പ് അള്ളാന്റെ ഹബീബിൽ നിന്ന് കേട്ടുപഠിച്ച ആയത്തുകൾ ഹദീസുകൾ പരസ്പരം ഷെയർ ചെയ്യണം, പങ്കുവെക്കണം. ഒരാൾ കച്ചവടക്കാരനാണ്, ഒരാൾ കൃഷിക്കാരനാ, പക്ഷെ മരണം വരെ പഠനം മുടക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കൃഷിക്ക് പോകുമ്പോ മറ്റൊരാൾ ഹബീബിന്റെ കൂടെ, രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാൾ എല്ലാ ദിവസവും പ്രവാചകന്റെ കൂടെയുണ്ട്. അവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠനത്തിലൂടെ ജീവിതത്തെ എങ്ങനെ ആനന്ദകരമാക്കാം. നോക്കൂ നിങ്ങൾ, ഇത് ലോകോത്തരമായ കാഴ്ചപ്പാടല്ലേ. ഇത് സംസാരിക്കുമ്പോ ഏറ്റവും പുതിയ ലോകത്തെ കാഴ്ചപ്പാടുകൾ എന്താ പറയുന്നത്? പുതിയ ലോകത്തെ കരിയർ ഗൈഡുമാർ വിദ്യാഭ്യാസ വിജയത്തിലേക്ക് ലോകം കടന്നു വരികയാ. ഇപ്പൊ നമ്മൾ എന്താ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ പ്രസംഗങ്ങളിൽ കേൾക്കുന്നത്? 2021 ഇനി നമ്മൾ ചെയ്യേണ്ടതില്ലാത്ത അവസ്ഥയിലേക്ക് ലോകം മാറുകയാണ്. പല ആളുകളും വാഹനം ഓടിക്കാൻ പഠിക്കുന്നവരുണ്ട്, ആണും പെണ്ണും. പക്ഷെ വാഹനം ഓടിക്കാൻ മനുഷ്യനെ ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ്. റോബോട്ടുകൾ അല്ലെങ്കിൽ സ്വയം നിയന്ത്രിതമായിട്ടുള്ള യന്ത്രങ്ങൾ ആണ്. അധ്യാപകന്മാരുടെ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. ഭക്ഷണം പാകം ചെയ്യുന്നവരുടെ കാലം കഴിയാൻ പോവുകയാണ്. ഓടിക്കുന്ന കാലം, റോബോട്ടുകൾ ഭക്ഷണം പാകം ചെയ്യുന്ന കാലം, റോബോട്ടുകളിലൂടെ അധ്യാപനങ്ങൾ നടക്കുന്ന കാലം എല്ലാം പോവുകയാണ്. പക്ഷേ ഒരു കൂട്ടർ പേടിക്കേണ്ടതില്ല. ആരാ പേടിക്കേണ്ടതില്ലാത്തത്? പുതിയ സംവിധാനങ്ങൾ വരുമ്പോ ആളുകൾ, ഡ്രോണുകളെ കുറിച്ച് പഠിച്ച ആളുകൾ, IoTയെ കുറിച്ച് പഠിച്ച ആളുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിച്ച ആളുകൾ ഇരുന്ന് കഠിനമായ ജോലി മനുഷ്യർ ചെയ്യുമ്പോ അവന്റെ മാനസികമായ ആനന്ദത്തിന് വേറെ വഴികൾ തേടേണ്ടി വരും. അതുകൊണ്ട് ആ മേഖലയിൽ തൊഴിലവസരങ്ങൾക്കത്തിൽ പുതിയ കാലത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പറയുന്നത്, ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തതുകൊണ്ടോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് മരണം വരെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആരു തയ്യാറാണോ അവരുടേതാണ് 21ാം നൂറ്റാണ്ട്. മരണം വരെ പഠിക്കാൻ ആരു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകാവസാനം വരെയുള്ള മാനവരാശിയെ മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചപ്പാടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ലോകം ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തോട്, അയൽവാസികളോട്, നമ്മുടെ വീട്ടുകാരോട്, നാട്ടുകാരോട്, കൂട്ടുകാരോട് ഉസ്താദുമാര് പഠിപ്പിച്ചു വിട്ട ഒരു പാട്ടുണ്ട്. അന്നു ചെയ്യേണ്ട തന്നു ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്യണം. അന്ന് തന്നെ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. അപ്പൊ നമ്മൾ മുകളിലേക്ക് നോക്കും തോറും നമ്മൾ ആർത്തിപ്പണ്ടാരങ്ങളായി മാറും, ആക്രാന്തമുള്ളവരായി മാറും. ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അതോടുകൂടെ അവസാനിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിലെ 131 ആയത്തിലൂടെ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മേക്കാൾ കൂടിയ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാളെ കാണുമ്പോ നമ്മൾ ഒരു മാരുതി കാറിൽ സഞ്ചരിക്കുന്നു, മറ്റേയാൾ റേഞ്ച് റോവറിലാണ് സഞ്ചരിക്കുന്നത്. ആ റേഞ്ച് റോവറിലേക്ക് നോക്കി നമ്മൾ നടുവീർപ്പിട്ടിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ നടുവീർപ്പിടുമ്പോ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ നന്ദി കെട്ടവരായി മാറും, നാം ദുഃഖിതരായി മാറും, നാം നിരാശയിൽ അകപ്പെട്ടു പോകും. കാരണം എന്താണ്? ഒരു വലിയ വീട് കാണുമ്പോ ആ വീടിന് ചുറ്റുമുള്ള മനോഹരമായ വിളക്കുകൾ കാണുമ്പോ, പ്രകാശങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോ, വർണ്ണദീപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ വീട് കണ്ട് നെറുവീർപ്പിടുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഒരു കാര്യം ഓർത്തുകൊള്ളുക. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ കൊട്ടാരങ്ങൾ കണ്ട് നെടുവീർപ്പിടുമ്പോ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുന്നില്ല. ഒരുപക്ഷെ ആ വലിയ വീട്ടിൽ കഴിയുന്നയാള് വിശ്വാസം എന്തെന്നറിയാത്ത ആളായിരിക്കാം, അന്ധവിശ്വാസത്തിന്റെ അടിമയായിരിക്കാം, അള്ളാഹു ആരെന്നറിയാത്ത ഹതഭാഗ്യനായിരിക്കാം. ഒരുപക്ഷെ ആ കൊട്ടാരത്തിൽ കഴിയുന്നയാള് മാരകമായ രോഗങ്ങൾ കൊണ്ട് വലയുന്ന ആളായേക്കാം. ഒരുപക്ഷെ ആ കൊട്ടാരത്തിൽ കഴിയുന്നയാള് മക്കളെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ആളായേക്കാം. എല്ലാ
അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ആ കൊട്ടാരത്തിൽ കഴിയുന്ന മനുഷ്യനുണ്ട്. അതൊന്നും നിങ്ങൾ ആലോചിക്കാതെ, നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ, ആ കൊട്ടാരത്തിൽ കഴിയുന്നവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ചിന്തിക്കുന്നത് നന്ദികേടിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഐശ്വര്യം, സന്തോഷം, റിസ്ക് എന്നൊക്കെ പറയുമ്പോൾ തന്നെ കുറെ കാശുണ്ടാവലാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ മനസ്സിന്റെ സന്തോഷമാണ് ഏറ്റവും വലിയ ഐശ്വര്യമെന്ന് തിരിച്ചറിയുക. रिज़्क़ सिर्फ यही नहीं के जेब में माल हो, बल्कि आंखों की बीनाई भी रिज़्क़ है, दिमाग का ख्याल रिज़्क़ है, दिल का एहसास रिज़्क़ है, रगों में खून रिज़्क़ है, ये जिंदगी भी रिज़्क़ है, और सबसे बढ़कर ईमान भी एक रिज़्क़ है. ഉയർന്നു നിൽക്കുന്ന കൊട്ടാരങ്ങളോ കോടാനുകോടി വരുന്ന ബാങ്ക് ബാലൻസോ മാത്രമല്ല റിസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം അല്ലാഹു നൽകിയ ഒരു റിസ്ക്കാണ്. നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈമാൻ, ആ ഈമാൻ അല്ലാഹു നമുക്ക് നൽകിയ റിസ്ക്കാണ്. നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കാണാതെ, ആ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരാകാതെ, ആ അനുഗ്രഹങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കാതെ, മറ്റുള്ളവരുടെ വീട് കണ്ട്, മറ്റുള്ളവരുടെ വാഹനങ്ങൾ കണ്ട്, മറ്റുള്ളവർക്ക് നൽകിയ ഭൗതികമായ വിഭവങ്ങൾ കണ്ട് നടുവീർപ്പെടാൻ പോയാൽ എന്നും നമ്മുടെ ജീവിതത്തിൽ ദുഃഖമേ ഉണ്ടാവൂ, എന്നും നമ്മുടെ ജീവിതത്തിൽ നിരാശയേ വരൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഇരിക്കുമ്പോ ഒരു ദിവസം അതാ വരുന്നു അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ബഹ്റൈനിൽ നിന്ന് വരുന്ന വരവാണ്, നികുതി പിരിവെടുത്തുകൊണ്ടുള്ള വരവാണ്. കോടാനുകോടിയുടെ നികുതിയുണ്ടെന്നാണ് സ്വഹാബത്ത് വിചാരിച്ചിരിക്കുന്നത്. ഒരുപാട് സമ്പത്ത് പിരിച്ചിട്ടുണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അൻസാരികളും മുഹാജിറുകളുമായ ധാരാളം സ്വഹാബികൾ മദീന മസ്ജിദിലേക്ക് ആ പ്രഭാതത്തിൽ ഓടി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യം മനസ്സിലായി. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ബഹ്റൈനിൽ നിന്ന് നികുതി പിരിച്ചു വന്നു എന്ന വിവരമറിഞ്ഞിട്ട് വന്നവരാണ്. സമ്പത്ത് കിട്ടുമോ എന്നറിയാൻ ആഗ്രഹിച്ചു കൊണ്ടുവന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് എല്ലാ സ്വഹാബികൾക്കും വാരിക്കോരി അങ്ങ് കൊടുക്കുകയാ. എല്ലാ സ്വഹാബികൾക്കും ആവശ്യം പോലെ നൽകുകയാണ്. എന്നിട്ട് അവസാനം ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ഇന്ന് ബഹ്റൈനിൽ നിന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വന്നു. നികുതി പിരിച്ചിട്ടാണ് വന്നത്, ഒരുപാട് സമ്പത്തുമായിട്ടാണ് വന്നത്. ആ സമ്പത്ത് മുഴുവനും ഞാൻ ഇതാ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും. നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് പേടിയല്ല എന്റെ മനസ്സിനെ അലട്ടുന്നത്. പക്ഷേ ഞാൻ പേടിക്കുന്നത് എന്തെന്നറിയുമോ? വലാകിന്നി അഖ്ശാ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ കമാ ബുസിതത് അലല്ലദീന ഖബ്ലകും. നിങ്ങളുടെ മുൻഗാമികൾക്ക് എന്ന പോലെ നിങ്ങൾക്കും ഒരുപാട് സാമ്പത്തികമായ വളർച്ചയുണ്ടാകുന്നതാണ്. ഫതനാഫസൂഹാ കമാ തനാഫസൂഹാ ഫതുഹ്ലികകും കമാ അഹ്ലകതുഹും. മുൻഗാമികൾക്ക് സംഭവിച്ച ദുരന്തം എന്താ? ദാരിദ്ര്യമല്ല അവരെ വലട്ടിയത്, ദാരിദ്ര്യമല്ല അവരെ വലച്ചു കളഞ്ഞത്. അവർക്ക് ഒരുപാട് സമ്പത്ത് വന്നു, പക്ഷേ സമ്പത്ത് വർദ്ധിക്കും തോറും അവരുടെ അത്യാഗ്രഹങ്ങളും അങ്ങ് വർദ്ധിച്ചു പോയി. സമ്പത്ത് കൂടുന്തോറും ആർത്തി കൂടിപ്പോയി. സമ്പത്ത് കൂടുന്തോറും ആക്രാന്തമുള്ളവരായി മാറി. 10 കിട്ടിയാൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതി
എന്നും 1000 പണം കയ്യിൽ വരുമ്പോൾ അയതുമാകിലാശ്ചര്യമെന്നതും പൂന്താനം മഹാകവി പാടിയതുപോലെ കിട്ടും തോറും കൂടുതൽ കിട്ടണമെന്ന ആർത്തിയാണ് മുൻഗാമികളെ നശിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, ദാരിദ്ര്യം നിങ്ങളെ വലച്ചു കളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. പക്ഷേ സമ്പത്ത് കൂടുന്തോറും ആർത്തി കൂടുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. അങ്ങനെ മുതല് കൂടുന്തോറും ആർത്തി കൂടുന്നവരായി മാറിയാൽ ഒരിക്കലും സന്തോഷകരമായ ജീവിതം ഉണ്ടാവില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യമാ. സയ്യിദുനാ സഅലബ റളിയല്ലാഹു തആല അൻ, സഅലബ ഒരു കാലത്ത് വലിയ സ്വഹാബിയായിരുന്നു. പക്ഷേ ആ സഅലബയുടെ പേര് പറയുമ്പോ ഇന്ന് നമുക്ക് വലിയ മതിപ്പ് തോന്നാൻ സാധ്യതയില്ല. കാരണം സഅലബ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവാൻ, സാമ്പത്തികമായ ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? അങ്ങ് ദുആ ചെയ്താൽ അല്ലാഹു പെട്ടെന്ന് ആ ദുആ സ്വീകരിക്കുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് ഹൃദയത്തിലേക്ക് നോക്കി, സഅലബയുടെ ഹൃദയത്തിലേക്ക്. മഹാന്മാരങ്ങനെയാണ്. അള്ളാന്റെ ഹബീബിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഹബീബ മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് നോക്കിയത്. ആ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ആർത്തി കാണുന്നുണ്ട്. സമ്പത്ത് കൂടിപ്പോയാൽ ആർത്തി ഉണ്ടാവാൻ സാധ്യതയുള്ള മനസ്സാ. അതുകൊണ്ട് പറഞ്ഞു, വേണ്ട സഅലബ, നിങ്ങളുടെ സാമ്പത്തികമായ ഐശ്വര്യത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ അത്യാവശ്യത്തിനുള്ള വകകളെല്ലാം ഉണ്ട്. ഇനിയും സമ്പത്ത് കൂടിയാൽ അത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. സഅലബ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എല്ലാവർക്കും വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നുണ്ട്. ഈ സാധുവായ സഅലബക്ക് വേണ്ടി എന്തുകൊണ്ട് ദുആ ചെയ്യുന്നില്ല? അവസാനം ഗതിമുട്ടിയപ്പോൾ റസൂലുള്ള ദുആ ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. കുന്നോളം സമ്പത്തിന്റെ ഉടമയായി സഅലബ മാറുകയാണ്. താഴ്വരകൾ നിറഞ്ഞു നിൽക്കുന്ന ആട്ടിൻപറ്റങ്ങളുടെ ഉടമയായി മാറി. ആദ്യം ജമാഅത്തുകൾക്ക് വരാതായി. സമ്പത്തിന്റെ പിന്നാലെയുള്ള നെട്ടോട്ടത്തിന്റെ ഇടയില് ജമാഅത്ത് നിസ്കാരങ്ങൾ സഅലബക്ക് നഷ്ടമായി. കുറെ കാലം കഴിഞ്ഞപ്പോ ജമാഅത്ത് മാത്രമല്ല, വെള്ളിയാഴ്ച ജുമുഅക്ക് പോലും വരാൻ കഴിയാതായി. നഊദു ബില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, കൊറോണയുടെ പേര് പറഞ്ഞ്, ഒമിക്രോണിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്നും ജുമുഅക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന സഹോദരങ്ങൾ ഈ സമുദായത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ കേട്ടുകൊള്ളണേ. ജുമുഅ മുടക്കുന്നവന്റെ ശിക്ഷ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കാരണമില്ലാതെ ജുമുഅ മുടക്കുന്ന ആളുകള് ഈ ലോകത്തും പരലോകത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. അവർക്ക് വിശ്വാസികളുടെ ലിസ്റ്റിലേ സ്ഥാനമില്ല. നഊദു ബില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, സഅലബക്ക് ജമാഅത്തുകൾ നഷ്ടമായി. സഅലബക്ക് ജുമുഅ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയായി. അവസാനം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉദ്യോഗസ്ഥന്മാർ സകാത്ത് പിരിക്കുന്നതിന് വേണ്ടി വീട്ടിലെത്തുമ്പോ ആ സകാത്തിനെ പോലും നിഷേധിക്കുന്ന പരുവത്തിലേക്ക് മാറിപ്പോയി. സഅലബ പറഞ്ഞു, ഇതെന്താ? കിസ്റയെപ്പോലെ, കൈസറിനെ പോലെ, റോമയുടെയും പേർഷ്യയുടെയും രാജാക്കന്മാരെ പോലെ മദീനയുടെ രാജാവായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നികുതി പിരിക്കാൻ ആളെ പറഞ്ഞയച്ചിരിക്കുകയാണോ? ഞാൻ സകാത്ത് കൊടുക്കുകയില്ല. ധിക്കാരത്തിന്റെ വാക്ക് പറഞ്ഞു പോയി. അതോടുകൂടെ സഅലബ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് ആ സ്ഥാനമങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആർത്തിയാണ് സഅലബത്തിനെ നശിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് പിന്നെ ആ മനുഷ്യനെ സ്വീകരിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് സ്വീകരിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും സ്വീകരിച്ചില്ല. ഫഹലക ഫീ സമനി ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് എല്ലാവരാലും വെറുക്കപ്പെട്ടുകൊണ്ട്, സർവരാലും അനാദരിക്കപ്പെട്ടുകൊണ്ട് നിന്യമായ മരണം സഅലബയെ തേടി വന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുക. അതാണ് സന്തോഷത്തിന്റെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു ചരിത്രമുണ്ട്. അലക്സാണ്ടർ ഒരു രാജ്യം വെട്ടിപ്പിടിക്കാൻ പടയാളികളുടെ കൂടെ സഞ്ചരിക്കുകയാ. ആയിരക്കണക്കിന് അശ്വാരൂഢന്മാരായ പടയാളികളുണ്ട്. ആ പടയാളികളുടെ അടുക്കല് ധാരാളം ആയുധങ്ങളുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി കടന്നു പോകുമ്പോ വഴിയിലതാ ഒരാളും മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് കാണുന്നു. ആരാണ് ആ കിടന്നുറങ്ങുന്നത്? ഡയോജനീസ്, തത്വചിന്തകനായ ഡയോജനീസ് കിടന്നുറങ്ങുന്നത് കാണുമ്പോ അലക്സാണ്ടർ ചക്രവർത്തിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അധികാരത്തിന്റെ ലഹരി തലക്കു പിടിച്ചതുകൊണ്ട് കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഉറങ്ങാൻ കഴിയാത്തയാളാ. ഇവിടെ ഇതാ മരച്ചുവട്ടിൽ ഒരാള് സ്വസ്ഥമായി കൂർക്കം വലിച്ചുറങ്ങുന്നു. ഗാഢമായ നിദ്രയിൽ ലയിച്ചുറങ്ങുകയാണ്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കഥ വളരെ അത്ഭുതകരമായ ഒരു കഥയാണ്. നമുക്ക് സമയം പരിമിതമാണ്. അലക്സാണ്ടർ അസൂയയോടുകൂടി ഡയോജനീസിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഉറങ്ങുന്നത്? ഡയോജനീസ് കാര്യം പറഞ്ഞു, എനിക്ക് സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ കഴിയുന്നുണ്ട്. അലക്സാണ്ടറിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അലക്സാണ്ടർ അങ്ങ് എണ്ണിപ്പറയാൻ തുടങ്ങി. എനിക്ക് റോമ വേണം, പേർഷ്യ വേണം, ഇന്ത്യ വേണം, ഈജിപ്ത് വേണം, ആഫ്രിക്ക വേണം. ലോകത്തന്നറിയപ്പെട്ട ഓരോരോ രാജ്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ആ രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുകയാണ് എന്റെ ലക്ഷ്യം. ഡയോജനീസ് ചോദിച്ചു, എല്ലാ രാജ്യങ്ങളും അങ്ങ് വെട്ടിപ്പിടിച്ചാൽ പിന്നെ അവസാനത്തെ ഒരു ആഗ്രഹം എന്താണ്? അലക്സാണ്ടർ പറഞ്ഞു, എല്ലാ രാജ്യങ്ങളും വെട്ടിപ്പിടിച്ചിട്ട് സമാധാനത്തോടുകൂടെ ഉറങ്ങണം, അതാണ് എന്റെ ലക്ഷ്യം. ഡയോജനീസ് പൊട്ടിച്ചിരിച്ചു വന്നാണ്. എന്നിട്ട് അലക്സാണ്ടർ ചക്രവർത്തിയോട് ചോദിച്ചു, സമാധാനത്തോടുകൂടെ കൂർക്കം വലിച്ചുറങ്ങാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിനെങ്കിൽ എന്തിനാണ് ഈ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നത്? എന്തിനാണ് മനുഷ്യരുടെ തല കൊയ്യുന്നത്? എന്തിനാണ് 10,000ങ്ങളുടെ ജീവിതം വഴി ആധാരമാക്കുന്നത്? ഞാനിതാ ഉറങ്ങുന്നത് കണ്ടില്ലേ? ഒരു തരി മണ്ണ് പോലും എനിക്ക് സ്വന്തമായിട്ടില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. അവിടെയാണ് ജീവിതത്തിന്റെ സമാധാനമുള്ളത് എന്ന സന്ദേശമാണ് ഡയോജനീസും പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ അല്ല, ഹാപ്പി ലൈഫ് ആഗ്രഹിക്കുന്ന എന്റെ ഉമ്മമാരെ, സഹോദരങ്ങളെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത് വേണ്ടതെന്ന് എന്തെന്നറിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, സന്തോഷകരമായ ജീവിതത്തിന് രണ്ടാമത് വേണ്ടത്, ജീവിതം ഒരിക്കലും മടുത്തു പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഓരോ ദിവസവും വിജ്ഞാനത്തിന്റെ പുതിയ പുതിയ വാതിലുകൾ തേടിപ്പോവുകയാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമാ. സൂറത്തു ത്വാഹയുടെ 114ാമത്തെ ആയത്തിലൂടെ ജീവിത സന്തോഷത്തിന്റെ രണ്ടാമത്തെ വഴി ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഓരോ ദിവസവും അറിവിന്റെ പുതിയ പുതിയ വാതായനങ്ങൾ തേടിപ്പോവുക. അത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഭാഗത്ത് ഈ സദസ്സിന്റെ മുന്നിൽ, ഈ സദസ്സിന്റെ ഏറ്റവും വലിയ ആകർഷണം പോലെ നമ്മുടെ കണ്ണുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട 45ഓളം വരുന്ന ഹാഫിളുകളാണ്. 24 മണിക്കൂറും പരിശുദ്ധ ഖുർആനിന്റെ ചിന്തയുമായി കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓമന മക്കളാണ്. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിനെ അള്ളാഹു സംരക്ഷിക്കുന്നത് എങ്ങനെയാ? ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നാം ഖുർആനിനെ അവതരിപ്പിക്കുക മാത്രമല്ല, ഖുർആനിനെ ആകാശത്തിൽ നിന്ന് അവതരിപ്പിക്കുക മാത്രമല്ല, അതിന്റെ സംരക്ഷണവും നാം ഏറ്റെടുത്തിരിക്കുന്നു. അള്ളാഹു അവന്റെ ഖുർആനിനെ സംരക്ഷിക്കുന്നത് വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയാ. ആ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു തആല ഉപയോഗപ്പെടുത്തുന്ന ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ പേരാണ് പ്രിയപ്പെട്ടവരെ ഹാഫിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഉസ്താദുമാർ ഹുദവികളായ ഹാഫിളുകളായ
എത്രയോ ഉസ്താദുമാർ ഇവിടെ സേവനം ചെയ്യുന്നു. 20 ഹാഫിളീങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഖുർആനിന്റെ സംരക്ഷണത്തിനു വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത ആളുകളാണവർ. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നത്തെ പോലെ അച്ചടി മാധ്യമങ്ങളോ, ഇന്നത്തെ പോലെ അത്യാധുനികമായ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലത്ത് കണ്ണിൽ കാണുന്ന എല്ലിലും പല്ലിലും കല്ലിലുമെല്ലാം മൃഗത്തിന്റെ തൊലിയിലുമെല്ലാം ഖുർആൻ എഴുതി വെച്ച് വളരെ അനുഷ്ഠിച്ചുകൊണ്ട് ഖുർആനിന്റെ സംരക്ഷണവുമായി സ്വഹാബത്ത് മുന്നോട്ടു പോകുന്ന കാലത്ത് ആ പരിശുദ്ധമായ ഖുർആനിനെ അതുപോലെ നിലനിർത്തിയത് അതും മനപാഠമാക്കിയ ഹാഫിളുകളാണ്. ഹാഫിളുകൾക്ക് ചരിത്രത്തിൽ സ്ഥാനം നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ചില രാജാക്കന്മാരും നാട്ടുഭരണാധികാരികളുമൊക്കെ മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഹാഫിളുകളെ മാത്രം തെരഞ്ഞുപിടിച്ചു കൊല്ലുന്ന ഒരു സൂത്രത്തിലേക്ക് ചില കാലങ്ങളിൽ മാറിപ്പോയത്. അവരാണ് ഖുർആനിന്റെ യഥാർത്ഥ സംരക്ഷകന്മാരെന്ന ബോധം ഖുർആനിന്റെ എതിരാളികൾക്കുണ്ടായതുകൊണ്ട് ഹാഫിളുകളെ കൊന്നുകളഞ്ഞുകൊണ്ട് ഖുർആനിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ ലോക ചരിത്രത്തിൽ ധാരാളം നടന്നുപോയിട്ടുണ്ട്. ഖുർആനിന്റെ സംരക്ഷണത്തിനു വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു വിഭാഗം ആളുകൾ ഈ വാണിയമ്പലത്ത് ഹിറ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വളരുമ്പോ അൽഹംദുലില്ലാഹ് നമ്മൾ എത്ര അള്ളാഹനെ സ്തുതിച്ചാലും മതി വരികയില്ല. ഈ കഴിഞ്ഞ 6 വർഷവും ഈ സ്ഥാപനത്തിന് താങ്ങായി തണലായി എന്റെ പ്രിയപ്പെട്ടവരെ നിറഞ്ഞു നിന്നത് നിങ്ങളാണ്. ഈ വാണിയമ്പലത്ത് ഈ മഹല്ലിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അള്ളാഹുവിന്റെ കലാമിനെ സ്നേഹിക്കുന്ന, പരിശുദ്ധമായ ദീനിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ ഇൽമിന് മറ്റെന്തിനേക്കാളും സ്ഥാനം കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളാണ്. ഇനിയും നമ്മുടെ പ്രതീക്ഷ നിങ്ങളിൽ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മക്കൾ എത്ര ഭാഗ്യവാന്മാരാ. അവരെ ഈ ഹിഫ്ളിന് വേണ്ടി പറഞ്ഞയച്ച മാതാപിതാക്കൾ എത്ര ധന്യരാ. നമ്മുടെയൊക്കെ ഇതേ പ്രായത്തിലുള്ള മക്കൾ, ഈ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ പ്രായത്തിലുള്ള മക്കൾ ഒരു പക്ഷേ നമുക്കുമുണ്ടാവാം. ആ പ്രായത്തിലുള്ള നമ്മുടെ മക്കൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ അവസ്ഥ എന്താ? ഈ പൊന്നുമക്കൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ നിമിഷങ്ങളുടെ ധന്യത എത്രയാ. ഓരോ നിമിഷവും അവർ ബന്ധപ്പെടുന്നത് പരിശുദ്ധ ഖുർആനുമായിട്ടാണ്. ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽം മിൻ അഫ്ളലി ത്വാആത്ത് വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ലൗഖാത്ത്. ഈ ലോകത്തൊരു മനുഷ്യന് സ്വന്തം സമയങ്ങളെ ചെലവഴിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ വഴി എന്ന് പറയുന്നത് ഖുർആനിന്റെ പഠനമാണ്, അള്ളാന്റെ ദീന് പഠിക്കലാണ്. ഒരു നിമിഷം, ഒരു സമയം ഏറ്റവും നന്നായി എങ്ങനെ വിനിയോഗിക്കാമെന്ന് നമ്മൾ ആലോചിച്ചാൽ ഇസ്ലാമിക ശരീഅത്ത് നമുക്കതിന് നൽകുന്ന മറുപടി അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ആ സമയം വിനിയോഗിക്കുക എന്നുള്ളതാണ്. അടുത്ത മണിക്കൂറിൽ മരിക്കാൻ പോകുന്നു എന്ന വാർത്ത മഹാനായ ഖാബിദുൽ അർവാഹ് അസ്രായീൽ അലൈഹിസ്സലാം, ആ മലക്കുൽ മൗത്തെങ്ങാനും അടുത്ത മണിക്കൂറിൽ എന്നെ സമീപിക്കാൻ പോവുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന വാർത്ത നമുക്ക് കിട്ടിയാൽ ആ അവസാനത്തെ മണിക്കൂർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാന്റെ ഹബീബ് പറയുകയാണ്, തഅല്ലുമിന് വേണ്ടി വിനിയോഗിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ പഠനത്തിന് വേണ്ടി ആ സമയം നീക്കിവെക്കുക. കാരണം അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നില്ല. 24 മണിക്കൂറും ആ ഖുർആനുമായി ബന്ധപ്പെടുന്ന മക്കളാണിത്. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബ് പറയുന്നൊരു വാക്കുണ്ട്, യാ അബാദർ ലഅൻ തഗ്ദുവ വതഅല്ലമ ആയതൻ മിൻ കിതാബില്ലാഹി ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ 100 റക്അ. മോനെ അബൂദറേ, പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തെങ്ങാനും നീ പഠിക്കാൻ സമയം ചെലവഴിക്കുന്നത് 100 റക്അത്ത് സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ അമലാണ്, ശ്രേഷ്ഠമായ അമലാണ്. 100 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ സാധാരണഗതിയിൽ സംഭവിക്കണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. ഭക്തന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫർളായ നിസ്കാരങ്ങൾക്ക് പുറമേ റവാത്തിബായ മുഅക്കദായ സുന്നത്തുകള്
തഹജ്ജുദ് നിസ്കാരം, ളുഹാ നിസ്കാരം, വിത്ർ നിസ്കാരം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സുന്നത്തുകളൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ 100 സുന്നത്തായ റക്അത്തുകൾ നിസ്കരിച്ചു തീർക്കാൻ 6-7 ദിവസങ്ങളാ വേണ്ടി വരുന്നത്. സാധാരണ ഒരു ഭക്തനായ മുസ്ലിം ഒരാഴ്ച കൊണ്ട് നിർവഹിക്കുന്ന നിസ്കാരങ്ങളുടെ പുണ്യമാണ് ഈ ഓമന മക്കൾ ഒരു പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പഠിക്കുന്നതിലൂടെ നേടിയെടുക്കുന്നത്. ഒരു ദിവസം ഒരായത്തല്ല, 10 ആയത്തല്ല, എത്ര ആയത്തുകളാണ് അൽഹംദുലില്ലാ അവർ മനപാഠമാക്കുന്നത്. ഓരോ നിമിഷവും അവർ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുകയാ. ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നമ്മൾ സഹായങ്ങൾ നൽകുമ്പോ അവരുടെ പഠനത്തിനു വേണ്ടി അവർക്ക് ഭക്ഷണം കൊടുത്ത്, വെള്ളം കൊടുത്ത്, മരുന്ന് കൊടുത്ത്, താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് നാം സഹായിക്കുമ്പോ അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ മുഈനിൽ എഴുതി വെച്ചിട്ടുണ്ട്, വത്തസദ്ദഖു ബിൽ മാഇ അഫ്ളലു ഇൻ ഹൈസു കസുറൽ ഇഹ്തിയാജു ഇലൈഹി വഇല്ലാ ഫത്ആം. ഫത്ഹുൽ മുഈനിലെ ഒരു ചർച്ചയാണത്. ഏതാണ് ഒരു മനുഷ്യന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വതഖ? സൈനുദ്ദീൻ മഖ്ദൂം പറയുകയാണ്, വത്തസദ്ദഖു ബിൽ മാഇ അഫ്ളലു, വെള്ളം കൊടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വതഖ. പക്ഷേ അതിനൊരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്, ഹൈസു കസുറൽ ഇഹ്തിയാജു ഇലൈഹി, നാട് വെള്ളമില്ലാതെ വരൾച്ച കൊണ്ട് വിഷമിക്കുന്ന കാലമാണെങ്കിൽ. ആണിയമ്പലത്തിൽ ഇപ്പൊ വരൾച്ചയില്ല, ഇന്നലെ പോഴും മഴ പെയ്തതുകൊണ്ടാണ്, ഈ പാടം മുഴുവനും വെള്ളം നിറഞ്ഞതുകൊണ്ടാണ് നമുക്കിവിടെ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ ഇന്നലെ സാധിക്കാതെ വന്നത്. വഇല്ലാ ഫത്ആം, വരൾച്ചയുടെ പ്രശ്നമില്ലെങ്കിൽ നമ്മൾ ആ അവസ്ഥയിലാണ്. നമുക്ക് വെള്ളത്തിന് അൽഹംദുലില്ലാ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വതഖ വഇല്ലാ ഫത്ആം, ഭക്ഷണം കൊടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വതഖ എന്ന് ഫത്ഹുൽ മുഈനിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി വച്ചിരിക്കുകയാ. ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് അറിവിന്റെ പുതിയ വാതിലുകൾ തേടി നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഇത്രയും ലോകോത്തരമായ, ഇത്രയും പുരോഗമനാത്മകമായ ഒരു വാദം, മരണം വരെ വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കണമെന്നുള്ള ഒരു തത്വം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ പറയാൻ ഈ ലോകത്ത് വേറെ ആർക്കാണ് ധൈര്യമുണ്ടായത്? ഇന്നും നമ്മുടെ ചുറ്റുഭാഗത്തുള്ള കുറെ ബുദ്ധിജീവികളുണ്ട്. നമ്മുടെ നാട്ടിൽ ബുദ്ധിജീവികളായി പെരുമ്പറയടിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരൊന്നും ഇത്ര വലിയ പുരോഗമനവാദം പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ നാട്ടിലുള്ള എത്ര വലിയ പുരോഗമനവാദിയാണെങ്കിലും അവർ പറയുന്ന വിദ്യാഭ്യാസ കാഴ്ചപ്പാടെന്താ? കല്യാണത്തിന്റെ സമയമാകുന്നതുവരെ പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടുന്നതുവരെ പഠിക്കുക എന്നതാണ്. മരണം വരെ പഠിക്കണമെന്ന ലോകോത്തരമായ പുരോഗമനാത്മകമായ കാഴ്ചപ്പാട് ലോകത്താദ്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വായിപ്പിനെന്നത്യുന്നതത്തിൽ നിന്ന് വാ തുറന്നോദിയ വിജ്ഞാനദായക, അള്ളാന്റെ ഹബീബി ലോകത്ത് കൊണ്ടുവന്ന ഏറ്റവും വലിയ വിപ്ലവം അത് അറിവിന്റെ വിപ്ലവമാണ്, വിദ്യാഭ്യാസത്തിന്റെ വിപ്ലവമാണ്. മരണം വരെ പഠിക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഏറ്റവും വലിയ പുരോഗമനവാദി പറയുന്നത് ജോലി കിട്ടുന്നത് വരെ പഠിക്കണമെന്ന. വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു. 18 വയസ്സുള്ളത് പെൺകുട്ടികൾക്ക് 21 വയസ്സാക്കണമെന്ന ചർച്ച വരുമ്പോ സ്വാഭാവികമായും ഈ നാട്ടിലെ പുരോഗമനവാദി പിന്തുണക്കുന്നത് 21 വയസ്സാക്കണമെന്ന കാഴ്ചപ്പാടിനെയാണ്. പക്ഷേ അതിനുപോൽബലകമായിട്ട് അവർ ഉന്നയിക്കുന്ന ന്യായം എന്താ? ഇന്നത്തെ കാലം പഴയകാലം പോലെയല്ല. ആണിനെ പോലെ പെണ്ണിനും ജോലിയുണ്ടാകണം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയുണ്ടാകണം. അതിന് +2 വരെ പഠിച്ചത് കൊണ്ടൊന്നും ജോലി കിട്ടാൻ പോകുന്നില്ല. മിനിമം ഒരു ഡിഗ്രി എങ്കിലും കിട്ടിയെങ്കിലേ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒക്കെ ജോലി എടുക്കാൻ കഴിയുള്ളൂ. അതാണ് പുരോഗമനവാദികൾ 21-ാം വയസ്സിലേക്ക് കല്യാണത്തെ നീട്ടാനുള്ള ന്യായമായി പറയുന്നത്. +2 കൊണ്ട് മാത്രം കാര്യമല്ല, ഡിഗ്രി എടുത്തെങ്കിലേ ജോലി കിട്ടൂ, ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിച്ചാൽ ശരിയാവുള്ളൂ.
ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടാൽ തോന്നും ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ കുഴപ്പം നമുക്ക് ജോലി കിട്ടാത്തതിന്റെ കാരണം ഇവിടെയുള്ള ചെറുപ്പക്കാർക്കൊന്നും ഡിഗ്രി ഇല്ലാത്തതാണെന്ന്. യഥാർത്ഥത്തിൽ ദശലക്ഷക്കണക്കിന് ഡിഗ്രി എടുത്ത ആളുകൾ തൊഴിലില്ലാതെ അലയുന്ന നാടാണ് നമ്മുടെ നാട്. 4-5 കൊല്ലം കഴിയുമ്പോ വീണ്ടും ഈ ബുദ്ധിജീവികളും പുരോഗമനവാദികളും അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്ന ഭരണാധികാരികളും വരും. അവര് പറയും ഡിഗ്രി എടുത്താലൊന്നും ജോലി കിട്ടൂല, മിനിമം ഒരു PG എങ്കിലും കഴിയണം, അതുകൊണ്ട് കല്യാണത്തിന്റെ പ്രായം 23 ആക്കണം. PG എടുത്തിട്ടും 10,000 പിച്ചു തണ്ടുന്ന രാജ്യമാകുന്നു നമ്മുടെ രാജ്യം. അതുകൊണ്ട് കുറച്ചു കൊല്ലം കഴിയുമ്പോ ഇതേ ബുദ്ധിജീവി വീണ്ടും വന്നിട്ട് പറയും PG കൊണ്ടും കാര്യമില്ല, എല്ലാവരും MPhil എടുക്കട്ടെ, PhD എടുക്കട്ടെ, PDF എടുക്കട്ടെ, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് വരെ കിട്ടിയിട്ട് ഒരു 30 വയസ്സാകുമ്പോ 35 വയസ്സാകുമ്പോ അല്ലെങ്കിൽ മൂക്കില് പല്ല് മുളക്കുന്ന പ്രായമാകുമ്പോ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാമെന്നാണ് പുരോഗമനവാദി പറയുക. സത്യത്തിൽ എന്താ ഈ നാടിന്റെ പ്രശ്നം? അഭ്യസ്തവിദ്യരായ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാര് ആണും പെണ്ണുമായി ഈ നാട്ടിലുണ്ട്. പക്ഷേ അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തിനനുസൃതമായ തൊഴിലവസരങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് രാജ്യം ഭരിക്കുന്ന പലർക്കും വ്യക്തമായ കാഴ്ചപ്പാടുകളില്ല. ആ തരത്തിലുള്ള ഒരു വിഷനുള്ള ഭരണാധികാരികൾ നമുക്കേറെയില്ല. ഇതെന്റെ അഭിപ്രായമല്ല. ഇന്ത്യ കണ്ട ഏറ്റവും പോപ്പുലറായ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം തന്റെ അവസാന ശ്വാസം വരെ ഈ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലൂടെ ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് പറയുന്ന കാര്യമാ, ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി അഭ്യസ്തവിദ്യരായ നാട്ടിലെ ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികളാണ്, വളർന്നു വരുന്ന യുവതലമുറയാണ്. പക്ഷേ ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം എന്തെന്നറിയുമോ? അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ച് അവർക്ക് ജീവിത വരുമാനങ്ങൾ, തൊഴിൽ മേഖലകൾ സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയുന്ന വിഷനുള്ള ഭരണാധികാരികൾ ഈ രാജ്യത്തില്ല. ആ വിഷനുള്ള ഭരണാധികാരി ഇല്ലാത്തതിന്റെ തെളിവാണ് 18ാമത്തെ വയസ്സ് 21 ആക്കുന്നത്, നാളെ അത് 23 ആക്കാൻ പോകുന്നത്. വിവാഹപ്രായത്തെ വിദ്യാഭ്യാസവുമായി കൂട്ടിക്കുഴക്കുന്ന ആളുകൾ സത്യത്തിൽ അവർക്ക് വിവാഹത്തെക്കുറിച്ചും ശരിയായ കാഴ്ചപ്പാടില്ല, വിദ്യാഭ്യാസത്തെക്കുറിച്ചും ശരിയായ കാഴ്ചപ്പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹത്തെക്കുറിച്ചും പറഞ്ഞു, വിദ്യാഭ്യാസത്തെക്കുറിച്ചും പറഞ്ഞു. വിവാഹത്തെക്കുറിച്ച് പറഞ്ഞതെന്താ? ആണാവട്ടെ പെണ്ണാവട്ടെ പ്രായപൂർത്തിയായ ഒരാൾ കല്യാണം കഴിക്കുമ്പോ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, വിവാഹം ഒരാവശ്യമായിട്ട് വരണം. ആണിനായാലും പെണ്ണിനായാലും എനിക്ക് വിവാഹം കഴിക്കണമെന്നുള്ളൊരാവശ്യം അവന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരേണ്ടതുണ്ട്. അത് ശരീരത്തിൽ നിന്ന് വരുന്നൊരു പ്രത്യേകമായ സമ്മർദ്ദത്തിൽ നിന്ന് വരുന്ന തോന്നലാണ്. ആ തോന്നലാണ് ആദ്യം വേണ്ടത്. ആ തോന്നലുള്ളവർക്ക് മുഴുവനും കല്യാണം കഴിക്കാൻ പറ്റില്ല. വിവാഹം കഴിച്ചാൽ വൈവാഹിക ജീവിതത്തിന്റെ സർവമാന ബാധ്യതകളും കടമകളും കടപ്പാടുകളും പരിപൂർണതയോടുകൂടെ നിർവഹിക്കാനുള്ള പക്വതയുണ്ടാകണം. ഈ 2 കാര്യങ്ങൾ ഓരോരുത്തർക്കും പൂർത്തിയാകുന്നത് വ്യത്യസ്തമായ സമയങ്ങളിലാണ്. ചില ആളുകൾക്ക് അത് 18 വയസ്സിലാണ്, ചില ആളുകൾക്ക് അത് 20 വയസ്സിലാണ്, ചില ആളുകൾക്ക് 30 വയസ്സിലാണ്, ചില ആളുകൾക്ക് മരിക്കുന്നത് വരെ അതിനുള്ള ഒരു പക്വത വരികയുമില്ല. അതുകൊണ്ട് ഓരോരുത്തരും എപ്പോഴാണോ ഈ 2 ഘടകങ്ങൾ പൂർണ്ണമാകുന്നത്, വിവാഹം എപ്പോഴാണോ ഒരാവശ്യമായി വരുന്നത്, വൈവാഹിക ജീവിതത്തിന്റെ ബാധ്യതകൾ നിർവഹിക്കാൻ ഒരാൾ എപ്പോഴാണോ പക്വതയുള്ളവനായി മാറുന്നത്, ആ സമയത്ത് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക. പ്രായമല്ല പ്രശ്നം. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചപ്പാട്. 18 21 ചർച്ച ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ല. വിദ്യാഭ്യാസത്തെക്കുറിച്ചും റസൂലുള്ള പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, +2 വരെ, ഡിഗ്രി വരെ, PG വരെ, PhD വരെ, ജോലി കിട്ടും വരെ, കല്യാണം കഴിയും വരെ, ഇങ്ങനെ ഒരു പരിധിയും പഠനത്തിന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല. പഠനത്തിന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ പരിധി എന്താണ്? അൽ ഇൽമു മിനൽ മഹ്ദി ഇലൽ ലഹദി, ഫ്രം ക്രാഡിൽ ടു ദ ഗ്രേവ്, തൊട്ടിൽ മുതൽ ഖബർ വരെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള തത്വം. മരണമാണ് പരിധി.
ജോലി കിട്ടിയാൽ പഠനം അവസാനിപ്പിക്കരുത്, വിവാഹം കഴിച്ചാൽ പഠനം അവസാനിപ്പിക്കരുത്, ഏത് ഡിഗ്രി എടുത്താലും എന്ത് നേടിയാലും ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വന്നാലും പഠനം അവസാനിപ്പിക്കരുത്. മരിച്ചു വീഴുമ്പോഴാണ് പഠനം അവസാനിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ സ്വഹാബത്തിനെ അതിലൂടെ പഠിപ്പിക്കുകയാണ്, നമ്മയും പഠിപ്പിക്കുകയാണ്. പഠനമാണ് ജീവിതത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നാൽ ഒരു ദിവസം പോലും ജീവിതം നമുക്ക് മടുത്തു പോവുകയില്ല. ജീവിതം സന്തോഷത്തോടുകൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ദിവസവും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊള്ളട്ടെ. സൂറത്തു ത്വാഹയിലെ 114-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ച ദുആ വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഇത് ജോലി കിട്ടാത്തവനുള്ള ദുആയല്ല, ജോലി കിട്ടിയവനും കിട്ടാത്തവനും ദുആ ചെയ്യേണ്ടതാണ്. ഇത് കല്യാണം കഴിക്കാത്തവർക്കുള്ള ദുആയല്ല, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും ഒരുപോലെ ദുആ ചെയ്യേണ്ടവരാണ്. റബ്ബി സിദ്നി ഇൽമാ. അല്ലാഹുവേ, ഇൽമ നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ തമ്പുരാനെ. മരണം വരെ പഠിക്കുകയാണ് ജീവിതത്തെ സന്തോഷകരമാക്കാനുള്ള രണ്ടാമത്തെ ഉപായം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു മദീനത്ത് വന്നു. അല്ലാഹുവിന്റെ ഹബീബ് ഓരോ മുഹാജിറിനും ഒരു അൻസാരിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നെ ഏൽപ്പിച്ചത് ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലാണ്. ഞങ്ങൾ രണ്ടുപേരും, ഒരാൾ കച്ചവടക്കാരനും ഒരാൾ കൃഷിക്കാരനുമാണ്. ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം വരെ പഠിക്കണമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുമ്പിലാണെങ്കിൽ അതിന്റെ വഴിയുമില്ല. എന്തു ചെയ്യും? രണ്ടുപേരും കൂലങ്കഷമായി ചിന്തിച്ചു. ആ ചിന്തയുടെ ഒടുവിൽ ഒരു തീരുമാനമെടുത്ു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ആതിഥേയനായ വീട്ടുകാരനായ ഉത്ബാനോട് പറയുകയാണ്, ഉത്ബാൻ, നമ്മൾ രണ്ടുപേരും ഓരോ ദിവസവും മാറി മാറി ഒന്നിടവിട്ട ദിവസങ്ങളിൽ പ്രവാചകന്റെ സന്നിധിയിൽ പോയിരിക്കണം. ഒരു ദിവസം ഞാൻ കച്ചവടത്തിന് പോകില്ല, ആ ദിവസം ഞാൻ പ്രവാചകന്റെ സന്നിധിയിലാണ് ചെലവഴിക്കുക. അടുത്ത ദിവസം നിങ്ങൾ കൃഷിസ്ഥലത്തേക്ക് പോകാൻ പാടില്ല, നിങ്ങളന്ന് പ്രവാചകന്റെ കൂടെ ഇരിക്കണം. അങ്ങനെ നമ്മൾ രണ്ടുപേരും മാറി മാറി പ്രവാചകന്റെ കൂടെ നിന്ന് ഓരോ ദിവസവും രാത്രി കിടക്കുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് കേട്ടുപഠിച്ച ആയത്തുകൾ, ഹദീസുകൾ പരസ്പരം ഷെയർ ചെയ്യണം. ആ ഹദീസുകൾ പരസ്പരം പങ്കുവെക്കണം. ഒരാൾ കച്ചവടക്കാരനാണ്, ഒരാൾ കൃഷിക്കാരനാ. പക്ഷെ മരണം വരെ പഠനം മുടക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാ. അത് ചെവികൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങളും ഉത്ബാൻ തങ്ങളും മാറി മാറി പ്രവാചകന്റെ കൂടെ നിന്നു. ഒരു ദിവസം ഒരാൾ കച്ചവടത്തിന് പോകുമ്പോ മറ്റൊരാൾ ഹബീബിന്റെ കൂടെ, ഒരാൾ കൃഷിക്ക് പോകുമ്പോ മറ്റൊരാൾ ഹബീബിന്റെ കൂടെ. രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാൾ എല്ലാ ദിവസവും പ്രവാചകന്റെ കൂടെയുണ്ട്. അവിടെ ഓതിത്തരുന്ന ഒരായത്ത് പോലും മിസ്സായി പോകുന്നില്ല, ഒരു ഹദീസ് പോലും നഷ്ടമായി പോകുന്നില്ല, ദീനിന്റെ ഒരു നിയമം പോലും അറിയാതെ പോകുന്നില്ല. സ്വഹാബത്തിനെ പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠനത്തിലൂടെ ജീവിതത്തെ എങ്ങനെ ആനന്ദകരമാക്കാം. നോക്കൂ നിങ്ങൾ, ഇത് ലോകോത്തരമായ കാഴ്ചപ്പാടല്ലേ. ഇന്ന് 2022 നമ്മൾ ഇത് സംസാരിക്കുമ്പോ ഏറ്റവും പുതിയ ലോകത്തെ കാഴ്ചപ്പാടുകൾ എന്താ പറയുന്നത്? പുതിയ ലോകത്തെ കരിയർ ഗൈഡുമാർ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എന്താ പറയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതേ തത്വത്തിലേക്ക് ലോകം കടന്നു വരികയാ. ഇപ്പൊ നമ്മൾ എന്താ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ പ്രസംഗങ്ങളിൽ കേൾക്കുന്നത്? 2021ലേക്ക് 22ലേക്ക് ലോകം കടക്കുമ്പോ 4ാം വ്യാവസായിക വിപ്ലവത്തിന്റെ ദുനിയാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. 18ാം നൂറ്റാണ്ടിൽ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചപ്പോ 1ാം വ്യാവസായിക വിപ്ലവമുണ്ടായി. 19ാം നൂറ്റാണ്ടിൽ കരണ്ട് കണ്ടുപിടിപ്പിച്ചപ്പോ 2ാം വ്യാവസായിക വിപ്ലവമുണ്ടായി. 20ാം നൂറ്റാണ്ടിൽ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നപ്പോ 3ാം വ്യാവസായിക വിപ്ലവമുണ്ടായി. ഇന്നിതാ 2022 ലോകമെത്തി നിൽക്കുമ്പോ പുതിയ പുതിയ സംവിധാനങ്ങളാണ് ലോകം ഭരിക്കുന്നത്. ഇത് ഡ്രോണുകളുടെ പറക്കുന്ന ക്യാമറകളുടെ കാലമാണ്. ഇത് ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ കാലമാണ്. ഇത് നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്.
റോബോട്ടുകളുടെ കാലമാണ്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന പല ജോലികളും ഇനി നമ്മൾ ചെയ്യേണ്ടതില്ലാത്ത അവസ്ഥയിലേക്ക് ലോകം മാറുകയാണ്. പല ആളുകളും വാഹനം ഓടിക്കാൻ പഠിക്കുന്നവരുണ്ട്, ആണും പെണ്ണും. പക്ഷേ ഇന്ന് ലോകം വളരുന്നത് വാഹനം ഓടിക്കാൻ മനുഷ്യനെ ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ്. റോബോട്ടുകൾ അല്ലെങ്കിൽ സ്വയം നിയന്ത്രിതമായിട്ടുള്ള യന്ത്രങ്ങൾ വാഹനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ലോകം വരാൻ പോകുന്നു. ഡ്രൈവർമാരുടെ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. അധ്യാപകന്മാരുടെ ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. ഭക്ഷണം പാകം ചെയ്യുന്നവരുടെ കാലം കഴിയാൻ പോവുകയാണ്. എല്ലാം റോബോട്ടുകൾ ഏറ്റെടുക്കുകയാണ്. റോബോട്ടുകൾ വണ്ടി ഓടിക്കുന്ന കാലം, റോബോട്ടുകൾ ഭക്ഷണം പാകം ചെയ്യുന്ന കാലം, റോബോട്ടുകളിലൂടെ അധ്യാപനങ്ങൾ നടക്കുന്ന കാലം, എല്ലാം യന്ത്രമനുഷ്യന്മാർ ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് ലോകം മാറുകയാ. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടുകളുടെയും ഡ്രോണുകളുടെയും IoT-യുടെയും കാലത്ത്, പുതിയ കാലത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിലുള്ള ജോലികളിൽ 46% ജോലികളും നഷ്ടപ്പെടാൻ പോവുകയാണ്. പക്ഷേ ഒരു കൂട്ടർ പേടിക്കേണ്ടതില്ല. ആരാ പേടിക്കേണ്ടതില്ലാത്തത്? പുതിയ സംവിധാനങ്ങൾ വരുമ്പോ ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും മനുഷ്യബുദ്ധിയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റോബോട്ടുകളെ കുറിച്ച് പഠിച്ച ആളുകൾ, ഡ്രോണുകളെ കുറിച്ച് പഠിച്ച ആളുകൾ, IoT-യെ കുറിച്ച് പഠിച്ച ആളുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിച്ച ആളുകൾ, അവരുടെ ലോകമാണ്, അവരുടെ മുമ്പിലാണ് തൊഴിലവസരങ്ങൾ തുറക്കപ്പെടാൻ പോകുന്നത്. മാത്രമല്ല, ഇന്ന് സ്ഥാപനങ്ങളിലോ ഓഫീസുകളിലോ കമ്പനികളിലോ പോയി ജോലി ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം വർക്ക് ഫ്രം ഹോമാണ്, വീട്ടിലിരുന്നു കൊണ്ടുള്ള ജോലിയാണ്. ലോകത്തെവിടെ ഇരുന്നു കൊണ്ടും ഒറ്റക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന കാലം വരികയാണ്. അങ്ങനെ ഒറ്റക്കിരുന്നു കൊണ്ട് കഠിനമായ ജോലി ചെയ്യുമ്പോ സ്വാഭാവികമായും സാമൂഹ്യ ജീവിയായ മനുഷ്യന്റെ മനസ്സും അടുത്തു പോകും. കമ്പനിയിൽ ജോലി ചെയ്യുമ്പോ ജോലി മാത്രമല്ല, ആ കമ്പനിയിലെ സഹപ്രവർത്തകന്മാരുടെ സൗഹാർദ്ദ ബന്ധങ്ങൾ നമുക്ക് ആശ്വാസം നൽകുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോ ജോലി ഭാരം നമ്മൾ ലഘൂകരിക്കുന്നത് കൂടെ ജോലി ചെയ്യുന്ന മനുഷ്യരോട് തമാശകൾ പറഞ്ഞിട്ടാണ്. പുതിയ കാലത്ത് ഒറ്റക്കിരുന്ന് കഠിനമായ ജോലി മനുഷ്യർ ചെയ്യുമ്പോ അവന്റെ മാനസികമായ ആനന്ദത്തിന് വേറെ വഴികൾ തേടേണ്ടി വരും. അതുകൊണ്ട് ആ മേഖലയിൽ തൊഴിലവസരങ്ങൾ വരികയാ. ചുരുക്കത്തിൽ പുതിയ കാലത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പറയുന്നത്, ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തത് കൊണ്ടോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയത് കൊണ്ടോ കാര്യമില്ല. മരണം വരെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആരു തയ്യാറാണോ അവരുടേതാണ് 21-ാം നൂറ്റാണ്ട്. മരണം വരെ പഠിക്കാൻ ആരു തയ്യാറാണോ അവരുടേതാണ് 3-ാം സഹസ്രാബ്ദമെന്ന് ലോകം വിളിച്ചു പറയുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഞ്ചസാര മണൽ വിരിച്ച മദീന പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനം വരെയുള്ള മാനവരാശിയെ മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പഠിക്കുക, മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചപ്പാടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ലോകം ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിയുന്നതുവരെ, ജോലി കിട്ടുന്നതുവരെ, PhD എടുക്കുന്നതുവരെ പഠിക്കണമെന്നല്ല, മരണം വരെ പഠിക്കണമെന്ന പ്രവാചകീയമായ സിദ്ധാന്തത്തിലേക്ക് ലോകം വരുമ്പോ അതാണ് ജീവിതത്തെ സന്തോഷകരമാക്കാനുള്ള രണ്ടാമത്തെ വഴി. മൂന്നാമത്തെ ഒരു വഴി കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം, സമയം പരിമിതമാ. മൂന്നാമത്തെ വഴി എന്താണെന്നറിയുമോ? ഓരോ ദിവസവും നമ്മൾ ചെയ്തു തീർക്കേണ്ട നിരവധി ബാധ്യതകളുണ്ട്. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അതേ ദിവസം തന്നെ ചെയ്തു തീർക്കുക എന്നതാണ് മൂന്നാമത്തെ മാർഗമായി പറയുന്നത്. അള്ളാഹുവിനോട് നാം ചെയ്തു തീർക്കേണ്ട ഒരുപാട് ബാധ്യതകളുണ്ട്. നിസ്കാരമടക്കമുള്ള ബാധ്യതകൾ, നമ്മുടെ ശരീരത്തോട് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളുണ്ട്, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തോട്, അയൽവാസികളോട്, നമ്മുടെ വീട്ടുകാരോട്, നാട്ടുകാരോട്, കൂട്ടുകാരോട് നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് കടമകളുണ്ട്. ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള കടമകളും 24 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്നിടത്താണ് ഒരു ദിവസത്തെ ജീവിതത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത്. പഴയ കാലത്ത് നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ചു വിട്ട ഒരു പാട്ടുണ്ട്, അന്നു ചെയ്യേണ്ട തന്നു ചെയ്യണം, അല്ലെങ്കിൽ ദുഃഖമാണോർത്തിടേണം.
ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്യണം. അന്ന് തന്നെ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. അപ്പൊ നമ്മൾ പറയും അള്ളാഹുവിനോടുള്ള ബാധ്യതയും ശരീരത്തോടുള്ള ബാധ്യതയും കുടുംബത്തോടും നാടിനോടുമുള്ള ബാധ്യതയും ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടുള്ള ബാധ്യതയും എല്ലാം കൂടി എങ്ങനെ 24 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. കാരണം ഈ ലോകത്ത് വിജയിച്ച് ജീവിക്കുന്ന കോടാനുകോടി ആളുകൾ നമുക്ക് മാതൃകയാ. അവരുടെ ജീവിതം നമ്മോട് പറയുകയാണ് അങ്ങനെയൊക്കെ ജീവിക്കാൻ ഈ ലോകത്ത് സാധ്യമാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഓരോ ദിവസവും ആയിരക്കണക്കായ ആളുകൾ വരുന്നുണ്ട്. ഒരാളെ പോലും അല്ലാഹുവിന്റെ റസൂല് വെറുപ്പിക്കാറില്ല. ഒരാളെ പോലും അല്ലാഹുവിന്റെ റസൂല് വെറുതെ പറഞ്ഞേക്കാറില്ല. ഒരാൾ പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് ഒരാവശ്യം ഉന്നയിച്ചിട്ട് നടക്കാതെ പോയുന്നില്ല. ബദർ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് ഹബീബായ നബി മടങ്ങു വരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു അടിമ പെൺകുട്ടി പ്രവാചകന്റെ മുന്നിൽ വന്നു. ഒരു പാവപ്പെട്ട അടിമ പെൺകുട്ടിയാ കടന്നു വന്നത്. എന്നിട്ട് അവർ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി നദർതു അൻ അളിബ ഇൻദക ദഫാ ഇൻ റദ്ദക അല്ലാഹു സാലിമാ. അങ്ങ് ബദറിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോ, ബദറിൽ ഖുറൈശികളുമായി ഏറ്റുമുട്ടേണ്ടി വരുമെന്ന് കേട്ടപ്പോ ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്താണ് മോളെ നിന്റെ നേർച്ച? ആ പാവപ്പെട്ട അടിമ പെൺകുട്ടി പറയുകയാണ്, അങ്ങ് ബദറിൽ നിന്ന് ജീവനോടെ മദീനയിലേക്ക് തിരിച്ചു വന്നാൽ, ശരീരത്തിന് പ്രത്യേക കുഴപ്പങ്ങളൊന്നുമില്ലാതെ തിരിച്ചു വന്നാൽ, അങ്ങയുടെ മുന്നിൽ വെച്ച് സന്തോഷത്തോടെ നന്ദിയോടെ ദഫ് മുട്ടിയിട്ട് അങ്ങയെ മദ്ഹ് ചെയ്യണമെന്ന് ഞാൻ എന്റെ മനസ്സിൽ ഒരു നേർച്ച നേർന്നു നബിയേ. ഒരു പാവപ്പെട്ട അടിമ പെൺകുട്ടിയുടെ ആഗ്രഹമാണ്. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിരു പറഞ്ഞില്ല. ആ പെൺകുട്ടിയോട് പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ദഫ് മുട്ടിക്കൊള്ളുക. മദീന പള്ളിയുടെ മുന്നിൽ നിന്ന് അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ വെച്ച് ആ പാവപ്പെട്ട അടിമ പെൺകുട്ടി ദഫ് മുട്ടാൻ തുടങ്ങി. മനോഹരമായ ശബ്ദതാളങ്ങൾ ഉയരാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നു, അലിയാർ തങ്ങൾ വന്നു, ഒരുപാട് സ്വഹാബികൾ വന്നു. എല്ലാവരും വന്ന് വീക്ഷിക്കുന്നത് കണ്ടപ്പോ ഈ പെൺകുട്ടിക്ക് വല്ലാത്ത ആവേശമായി. അവൾ സന്തോഷത്തോടെ ദഫ് മുട്ടാൻ തുടങ്ങി. പെട്ടെന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്. ഉമറുൽ ഫാറൂഖിന്റെ തീപാറുന്ന കണ്ണുകൾ കണ്ടപ്പോ ഈ പാവപ്പെട്ട പെൺകുട്ടി ഭയന്ന് വിറച്ചുപോയി. പെട്ടെന്ന് ആ സദസ്സിൽ നിന്ന് ഓടി മറഞ്ഞുപോയി. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെൺകുട്ടിയുടെ ഈ ഭയവും വിഹ്വലതകളും കണ്ട് ആസ്വദിച്ചുകൊണ്ട് ചിരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. എന്തെങ്കിലും ഒരാവശ്യവുമായി ആര് വന്നാലും അത് സാധിപ്പിച്ചു കൊടുക്കും. ആരെയും വെറുതെ പറഞ്ഞേക്കുകയില്ല, ആരെയും നിരാശപ്പെടുത്തുകയില്ല, ആരെയും ചെറുതായി കണ്ടില്ല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യർക്കും തോന്നി, നിലാവ് കാണുമ്പോൾ 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ ആകാശത്ത് കാണുമ്പോ, നമ്മുടെ വീടിന്റെ ടെറസിൽ നിന്ന് നാം അതിലേക്ക് നോക്കുമ്പോ ഓരോ വീട്ടുകാരും വിചാരിക്കുന്നു, നിലാവ് എന്നോടാണ് കിഞ്ചന വർത്തമാനം പറയുന്നത്, നിലാവ് എന്നോടാണ് കിന്നാരം പറയാൻ വന്നിരിക്കുന്നത്. ഓരോ വീട്ടുകാർക്കും തോന്നുകയാണ് ഈ ചന്ദ്രൻ എന്നോടാണ് അടുത്തു നിൽക്കുന്നത്. അതുപോലെയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികൾ മുഴുവനും പറഞ്ഞു, എന്നോടായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടമെന്ന്. ആയിഷ ബീവി പറയുന്നു, ഇതുപോലെ ഓരോ ദിവസം ആയിരക്കണക്കിന് ആളുകൾ വന്നാലും ആരെയും മുഷിപ്പിക്കാതെ, ആരെയും വെറുപ്പിക്കാതെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമുദായത്തോടുള്ള കടപ്പാടാ. പക്ഷേ എന്ന് വിചാരിച്ച് കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ മറക്കുകയില്ല. ആയിരക്കണക്കിന് തിരക്കുകൾക്കിടയിലും ഓരോ ദിവസവും അസർ കഴിഞ്ഞാൽ ഞങ്ങൾ 9 ഭാര്യമാരുടെയും വീടുകളിലേക്ക് പ്രവാചകന് കടന്നുവരും. എല്ലാവരുമായും സുഖദുഃഖങ്ങൾ പങ്കുവെക്കും. അവരുടെ വിവരങ്ങളും വാർത്തകളും വിശേഷങ്ങളും പരസ്പരം അറിയും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോടുള്ള കടമകൾ തീർക്കുന്നതിന്റെ ഇടയിലും കുടുംബത്തോടുള്ള കടമകൾ തീർത്തു. മാത്രമല്ല, അതേ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഞങ്ങളോട് ഇങ്ങനെ തമാശകൾ പറഞ്ഞ് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുമ്പോ അതിന്റെ ഇടയിലാണ് ബിലാലിന്റെ വാങ്കുലി മുഴങ്ങുക, നിസ്കാരത്തിന്റെ സമയമാകുക. ഫൈദാ ഖാമത്തിസ് സ്വലാ, നിസ്കാരത്തിന്റെ സമയമായി എന്നറിഞ്ഞാൽ കഅന്നഹു ലം യഅരിഫുനാ വലം നഅരിഫുഹു, അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് തന്നെ ഞങ്ങളോട് വിട പറഞ്ഞ് പള്ളിയിലേക്ക് നീങ്ങുകയായി. നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അറിയാത്തതുപോലെ, അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങളെയും അറിയാത്തതുപോലെ പിന്നെ ഒരു വാക്കുപോലും മിണ്ടാട്ടമില്ല. നേരെ മദീനായുടെ പള്ളിയിലേക്ക് നടന്നു പോവുകയാണ്. ഒരേ ദിവസം തന്നെ അള്ളാഹുവിനോടുള്ള കടമകൾ, കുടുംബത്തോടുള്ള കടമകൾ, ശരീരത്തോടുള്ള കടമകൾ, സമൂഹത്തോടുള്ള കടമകൾ എല്ലാം തീർത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ മാതൃകയായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെന്താ അതിന് കഴിയാത്തതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആവശ്യത്തിന് ചെലവഴിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി അനാവശ്യത്തിന് നമ്മൾ സമയം ചെലവഴിക്കുന്നു. അതുമാത്രമാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയാതെ പോകുന്നതിന്റെ രഹസ്യം. വേറൊന്നുമില്ല. മനുഷ്യന് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം അല്ലാഹ് കൽപ്പിച്ചിട്ടില്ലല്ലോ. ഓരോ ദിവസവും നമ്മളോട് ചെയ്തു തീർക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിളായി ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആവശ്യത്തിലധികം അനാവശ്യത്തിന് സമയം കൊടുക്കുന്നവരാ. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എത്ര ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും കൈയുയർത്തും. സോഷ്യൽ മാധ്യമങ്ങളിൽ ഉപയോഗിക്കാത്തവർ ഇപ്പോ ജീവിക്കുന്നേ ഇല്ല എന്നുള്ള നിലവാരത്തിലാണ് ജനങ്ങൾ കാണുന്നത്. എല്ലാവരും ഏതെങ്കിലും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വേറെ എവിടെങ്കിലൊക്കെ ആയിട്ട് ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനായിട്ട് പോലും ആളുകൾ പരിഗണിക്കാത്ത കാലമാണ്, അല്ലെ? നമ്മളൊക്കെ ഓരോ ദിവസവും എത്ര സമയമാണ് ഈ സോഷ്യൽ മാധ്യമങ്ങളിൽ ചെലവഴിക്കുന്നത്? ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇതേ ഫേസ്ബുക്കിന്റെ ഓണറായിട്ടുള്ള നാം ഉപയോഗിക്കുന്ന ഓരോ ഉപയോഗത്തിന്റെയും പേരില് കോടാനുകോടി ഡോളറുകൾ വരുമാനമായിട്ട് ചെല്ലുന്ന ആളുണ്ടല്ലോ, ഫേസ്ബുക്കിന്റെ ഉടമ. ആ മാർക്ക് സക്കർബർഗ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതേ ഫേസ്ബുക്കിൽ അദ്ദേഹം പച്ചയായി എഴുതിയ ഒരു കാര്യമാണ്, ഇതേ സ്ഥാപനത്തിന്റെ ഉടമയായ ഞാൻ ഒരു ദിവസം ഈ മാധ്യമം ഉപയോഗിക്കുന്നത് കേവലം 20 മിനിറ്റ് മാത്രമാണ്. ഫേസ്ബുക്കിൽ നിന്നുള്ള മുഴുവൻ വരുമാനവും എത്തുന്ന ഫേസ്ബുക്കിന്റെ മുതലാളി ഇത് ഉപയോഗിക്കുന്നത് ദിവസത്തിൽ 20 മിനിറ്റ് മാത്രം. നമ്മളോ നയാ പൈസന്റെ ലാഭം അതുകൊണ്ടില്ലാത്ത നമ്മള് 20 മണിക്കൂർ ഉപയോഗിക്കുന്നവരുണ്ട്, 2 മണിക്കൂർ ചെലവഴിക്കുന്നവരുണ്ട്. ആലോചിച്ചു നോക്കണേ, അനാവശ്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് കൊണ്ടാണ് ആവശ്യത്തിനുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയാതെ പോകുന്നത്. നമ്മൾ ഈ ഭൗതികമായ ലോകത്തിന്റെ ലീലാവിനോദങ്ങളിൽ, ഈ ലോകത്തിന്റെ കളിതമാശകളിൽ വീണു പോവുകയാണ്. The woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep. ഈ ലോകം ഒരു പക്ഷേ മനോഹരമായിരിക്കാം, ഇവിടെ കാണാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഉണ്ടായേക്കാം, ഒരുപാട് മനോഹരമായ അനുഭവങ്ങൾ ഈ ലോകത്തുണ്ടായേക്കാം. പക്ഷേ അതെല്ലാം ആസ്വദിക്കാനും അനുഭവിക്കാനും ഇറങ്ങി പുറപ്പെട്ടാൽ എന്റെ ജീവിതം എവിടെയും എത്തുകയില്ല. ഞാൻ മരിക്കേണ്ടവനാണ്. ആ മരിച്ചു വീഴുന്നതിന്റെ മുമ്പ് ഓരോ ദിവസവും എനിക്ക് ചെയ്തു തീർക്കാനുള്ള കടമകളുണ്ട്. ആ ബോധമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വിജയിക്കുന്ന മുഅ്മിനീങ്ങളുടെ ലക്ഷണം എന്താ? ഈ പ്രഭാഷണത്തിന്റെ ആദ്യത്തിൽ ഞാൻ ഓതിയ ആയത്താണത്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതെ മാറി നടക്കുന്നവരാണ് വിജയികളായ ആളുകൾ. അനാവശ്യങ്ങളിൽ നിന്ന് നമ്മൾ മാറിയാൽ, ആവശ്യമുള്ളത് മാത്രമേ ചെയ്യൂ എന്ന് തീരുമാനമെടുത്താൽ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അന്നു തന്നെ ചെയ്തു തീർക്കാൻ കഴിയും. ഈ 3 കാര്യങ്ങളാണ് ജീവിതം സന്തോഷമാക്കാനായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത്. 1, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പരിശീലിക്കുക. മറ്റൊന്ന്, ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾ അന്നു തന്നെ ചെയ്തു തീർക്കുക. 3-ാമത്തെ കാര്യം, നമ്മൾ 2-ാമതായി പറഞ്ഞ കാര്യം എന്താണ്?
മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ രണ്ടാമതായി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ അന്വേഷിക്കുകയും അത് പഠിക്കുകയും ചെയ്യുക. ഈ 3 ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, നമ്മുടെ ജീവിതം കേവലം ഒരു ന്യൂ ഇയർ മാത്രമല്ല, കേവലം 2022 മാത്രമല്ല, നമ്മൾ ഈ ഭൂമിയുടെ മുകളിൽ എത്ര കൊല്ലം ജീവിച്ചാലും എത്ര കാലം കഴിഞ്ഞാലും ആ കൊല്ലം മുഴുവനും നമ്മൾ ഹാപ്പിയാകും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സ് വേണം, അറിവിനെ നിരന്തരമായി അന്വേഷിക്കുന്ന മനസ്സ് വേണം, ഓരോ ദിവസവും ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കുന്ന ശീലമുണ്ടാകണം. അള്ളാഹു നമുക്ക് സന്തോഷകരമായ ജീവിതം തരട്ടെ.